ഇപ്പൊ പുതിയ വരുന്നൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ട്രംപ് ഇന്ത്യൻ വിദ്യാർത്ഥികളോടടക്കം ഉടനടി രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ട്രംപ് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാ പോസ്റ്റിന് താഴെ കമന്റ് ഇടുന്നതും പേഴ്സണലി കുട്ടികളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ചില നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ട്രംപ് ഇപ്പോൾ ഇതുപോലുള്ളൊരു ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ബാധിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു നിമിഷം പറഞ്ഞാൽ മാത്രം രാജ്യം വിട്ടു പോകാനോ അല്ലെങ്കിൽ അവർ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോയതായിരിക്കാം, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ ഒരു സമയത്ത് ഇത്രയും തീവ്രമായ ഹയർ സ്റ്റഡീസിൻ്റെ സമയമാകുമ്പം ട്രംപ് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം കുട്ടികളെ പുറകിലോട്ട് വലിക്കും അല്ലേ? ഇപ്പൊ ട്രംപ് ഇപ്പൊ അധികാരത്തിലേറിയതിനു ശേഷം എല്ലാ രാജ്യങ്ങൾക്കും ഓരോ തിരിച്ചടി നൽകുന്ന രീതി, അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഓരോ കാര്യങ്ങളായിരുന്നു ട്രംപ് നൽകിക്കൊണ്ടിരുന്നത്. വീണ്ടും ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഒരു കുതന്ത്രം എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇത്തരത്തില് ഇപ്പൊ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റാ പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധത്തിന് ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളോടാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുള്ളവർക്ക് വരെ വേണ്ട, ഞങ്ങളുടെ രാജ്യത്ത് നിൽക്കേണ്ട, ഹമാസിനെ അനുകൂലിക്കുന്നവരൊന്നും ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശരിക്കും അദ്ദേഹം ഇപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമാസിനോട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് വിയോജിപ്പാണ്. ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത്. അദ്ദേഹം പരോക്ഷമായിട്ട് പ്രത്യക്ഷത്തിലായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അധികാരത്തിലേറുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി താൻ എന്ത് വേണമെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ മറ്റൊരു രീതിയിലുള്ള ഒരു ട്രംപിനായിരുന്നു നമ്മൾ കണ്ടത്. ഇസ്രയേലിന് ആയുധങ്ങൾ നൽകി ഗാസേനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു ട്രംപ്, ഗാസേനെ ഒരു കേന്ദ്രമാക്കി, ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ട്രംപ്, അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു ട്രംപിനായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും തൻ്റെ രാജ്യത്ത് നിൽക്കുന്ന ആളുകളും ട്രംപിന്റെ നിലപാടോട് പോയി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരാളെ വേണമെന്നാണ് ആഗ്രഹം. ട്രംപിനെ സംബന്ധിച്ചിട്ട് അമേരിക്കയുടെ പ്രശസ്തി, അമേരിക്കയിൽ ഊന്നി നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ ട്രംപിന്റെ കണ്ണിൽ കാണാൻ പറ്റുള്ളൂ. പുറമേന്ന് വരുന്ന എന്ത് തന്നെയാണെങ്കിലും നല്ലതോ മോശമോ ട്രംപിന്റെ കാര്യത്തിൽ കണ്ണിൽ അതൊന്നും കാണാനേ പോകുന്നില്ല. ട്രംപിനെ അനുകൂലിച്ച് ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ട്രംപിന് വേണ്ടി മാത്രം അമേരിക്കയിൽ വന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് ട്രംപിന് കുറച്ചും കൂടി ഇഷ്ടം. കാരണം ട്രംപ് ബിസിനസ് പരമായിട്ട് അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണം എത്ര കൂടിക്കഴിഞ്ഞാലും ട്രംപിന് യാതൊരു പ്രശ്നമില്ല. ഒരു ഭീഷണിയിലൂടെ, ഒരു പുറത്താക്കലിലൂടെ എല്ലാവരെയും പുറത്താക്കി കളയാൻ ട്രംപിന് കഴിയും എന്നൊരു തോന്നലാണ് ട്രംപിനുള്ളത്. തീർച്ചയായിട്ടും ശരിക്കും ഒരു വളരെ ഒരു ശക്തനായ ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ നിയമങ്ങൾ പാസ്സാക്കുകയും അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കമാണ് ഇതൊരു നെഗറ്റീവായിട്ട് ബാധിക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ, ഫ്യൂച്ചർ ലൈഫിനെ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. കാരണം ലോൺ എടുത്തൊക്കെ അല്ലെങ്കിൽ ഏജൻസികളെ വിശ്വസിച്ച് അവർക്ക് ഭയങ്കരമായിട്ടുള്ള പണം നൽകിയിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കടം മേടിച്ച്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നായാലും കടം മേടിച്ച് ഉള്ളതെല്ലാം വിറ്റുപിറക്കിയിട്ടാണ് അവർ അബോർഡിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിൽ പെട്ടെന്ന് പൊയ്ക്കോണം എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാനാണ്, വന്നിട്ട് എന്ത് ചെയ്യാനാണ്? കാര്യം സാധിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവർ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവിടെ വന്നത്. പല കുട്ടികളും സ്കോളർഷിപ്പ് ബേസ്ഡ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളത് ഇത്രയും സീരിയസ്നെസ് ഇല്ലാതെ ട്രംപ് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ഒരു ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്തിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ട്രംപിന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയേറിയതായിരിക്കും. അത് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളാവട്ടെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സാധാരണക്കാരാവട്ടെ, ട്രംപിന് മുന്നിൽ എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരൊറ്റ വാക്കിൽ പുറത്തു പോകണമെന്നുള്ളത് ട്രംപിന് പറയാൻ സാധിക്കും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ കാരണം ഇത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിച്ചത് കൊണ്ട് മാത്രമാണ് ഇവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് വെൽ പ്ലാൻഡ് ആണ് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് മുന്നിൽ മറ്റു പല റീസൺസ് ഉണ്ടാവും. ഒന്നാമത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തൻ്റെ രാജ്യത്തുള്ളവരെ കുടിയേറ്റക്കാരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞൊരു നയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ രാജ്യത്തുള്ളവർ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരായിരിക്കണം എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അവിടെയുള്ളവർ മാത്രം ജോലി ചെയ്താൽ മതി എന്നോ, അല്ലെങ്കിൽ അവിടെയുള്ളവർ മാത്രം മതി തൻ്റെ രാജ്യത്തുനിന്നോ, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം മതി എന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അജണ്ടകളിലൊക്കെ വെച്ചിട്ടായിരിക്കണം അദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിന് ഒരു റീസൺ മാത്രമാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഇതൊരു ഇപ്പൊ നേരത്തെ താൻ പറഞ്ഞതുപോലെ ഒരു കുതന്ത്രമായിരിക്കാം ട്രംപിന്റെ.
ഏതെങ്കിലും വിധേയന അവിടെയുള്ള ആൾക്കാരെ പറഞ്ഞു വിടണം, കുടിയേറ്റക്കാർ ആരും തന്നെ വേണ്ട, നമ്മുടെ രാജ്യക്കാർ മാത്രം മതി എന്ന നിലപാടായിരിക്കാം ചിലപ്പോൾ ട്രംപിനെ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത്. ട്രംപിന്റെ നടപടികളും ആ രീതിക്കാണ് പോകുന്നത്. എല്ലാ രീതിയിലും അതിർത്തിയിലാണെങ്കിൽ പോലും വെൽ സെക്യൂരിറ്റി ആണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഒരു തരത്തിലും കഴിഞ്ഞ വാർത്ത തന്നെ വന്നത് പാസ്പോർട്ടിലാണെങ്കിലും എല്ലാ വെരിഫിക്കേഷനും ഒന്നും കൂടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അമേരിക്കയുടെ അതിർത്തിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പ്ലാൻഡ് ആണ് ട്രംപ് എന്നുള്ളത്. അതെ, വളരെയധികം റെസ്ട്രിക്ഷൻസ് കൊടുത്തുകൊണ്ട് മാത്രം തങ്ങളുടെ രാജ്യത്തേക്ക് മറ്റൊരു പൗരന്മാർ കയറുമ്പോൾ അവർക്ക് അത്രയും മാത്രം ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടാണ് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെൽ പ്ലാൻഡ് ആണ്, എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുള്ള ട്രംപിന്റെ ലക്ഷ്യങ്ങളാണ്, ഒരു ഗൂഢതന്ത്രമാണ് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥികളെ എല്ലാവരെയും പുറത്താക്കുന്നത് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. പക്ഷെ ട്രംപിന്റെ മനസ്സിലറിയാം യഥാർത്ഥ കാരണം ഇതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഇതായിരിക്കാം. എല്ലാവരെയും വേണ്ട, നമ്മുടെ രാജ്യത്ത് പറ്റുന്നവര്, അതായത് അവിടുത്തെ സിറ്റിസൻസ് മാത്രം മതി എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇതിന് പുറകിൽ ഉണ്ടാവാം. തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ മലയാളികളെ മാത്രമല്ല, മറ്റു പല രാജ്യക്കാരും ബാധിക്കുന്നുണ്ട്. US പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് അത്രയും കഷ്ടപ്പെട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു തിരിച്ചടിയായിട്ട് മാറും. എന്തായാലും ഒരു ലൈക്ക് ചെയ്തു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇവിടെ ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്തരത്തിൽ ലൈക്ക് ചെയ്തതിൻ്റെ പേരിൽ അവരെയും പുറത്താക്കാനുള്ള ഒരു കർശനമായ നടപടി സ്വീകരിച്ചിരുന്ന ട്രംപ് ഇനിയും എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ട്രംപിന്റെ കാര്യമായതുകൊണ്ട്. എല്ലാവരെയും എങ്ങനെ പുറത്താക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ നിമിഷവും ചിന്തിക്കുന്ന ട്രംപാണ് ഇപ്പോൾ ഈയിടെ നമുക്ക് മുന്നിൽ എപ്പോഴും എത്താറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ ഒരു യുദ്ധം, ഗാസയുടെ ആ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ, ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഹമാസിനെ അനുകൂലിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു യുദ്ധത്തിനും അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും അത് അവസാനിപ്പിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. എന്താകുമെന്നതിനെ കണ്ടറിയാം.